നമുക്ക് പൂമൊട്ട് എന്ന കഥ ലാബ് രൂപത്തിൽ പഠിക്കാം. പൂമൊട്ട് ഇതാണ്. ഇനി നമുക്ക് കഥാപാത്രങ്ങളെ നോക്കാം. അമ്മ, ആഗ്നസ്, ലാസർ, പിന്നെ ഏജ്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. അൽബേനിയയിലെ ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിയായിരുന്നു ആഗ്നസ്. നല്ല ഭംഗിയുള്ള കൊച്ചുമിടുക്കി. ഹോംസ് എന്നായിരുന്നു അവളുടെ വിളിപ്പേര്. പൂമൊട്ട് എന്ന് അർത്ഥം. അവളുടെ മൂത്ത സഹോദരൻ ലാസർ, പിന്നെ ഏജ് എന്നായിരുന്നു ചേച്ചിയുടെ പേര്. ലാസർ മധുര കൊതിയനായിരുന്നു. കേക്കും ജാമും ചോക്ലേറ്റുമായിരുന്നു അവൻ്റെ ഇഷ്ടഭക്ഷണം. അമ്മ വീട്ടിലില്ലാതെ തക്കം നോക്കി കേക്കും ജാമും ചോക്ലേറ്റുമെല്ലാം ലാസറും ഏജും എടുത്തു കഴിക്കുമായിരുന്നു. പക്ഷേ ആഗ്നസ് അതിൽ കൂട്ടുചേർന്നില്ല. അമ്മ അറിയാതെ ആഹാരം എടുത്തു കഴിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു അവളുടെ പക്ഷം. ആരും കാണുന്നില്ലെന്ന് കരുതി ഒരിക്കലും തെറ്റ് ചെയ്യരുത്, അവൾ അതിലായിരുന്നു വിശ്വസിക്കുന്നത്. ഒരു ദിവസം മുറിയിലിരുന്ന് ചേട്ടനും ചേച്ചിയും അധ്യാപകരെ കുറ്റം പറയുകയായിരുന്നു. ഹോംസ് അതിൽ കൂട്ടുചേർന്നു. അമ്മ അടുത്ത മുറിയിലിരുന്ന് തുണിയിൽ ചിത്രം തുന്നുന്ന അമ്മ അത് ശ്രദ്ധിച്ചു. പെട്ടെന്ന് വെളിച്ചമണഞ്ഞു. കുട്ടികൾ പരിഭ്രാന്തരായി. അവർ ചുറ്റും നോക്കി. എല്ലായിടത്തും വെളിച്ചം. അവർ ഓടി അമ്മയുടെ മുറിയിലേക്ക് പോയി. അവർ പറഞ്ഞു, നമ്മുടെ മുറിയിൽ വെളിച്ചമില്ല, പക്ഷേ ബാക്കി എല്ലായിടത്തും വെളിച്ചമുണ്ടല്ലോ. അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാണ് വെളിച്ചം? കുട്ടികൾക്കൊന്നും മനസ്സിലായില്ല. എന്നിട്ട് കുട്ടികൾക്കൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് അമ്മ പിന്നെയും പറഞ്ഞു, നിങ്ങൾക്ക് എന്തിനാണ് വെളിച്ചം? പാവപ്പെട്ട കുട്ടികളെയും അധ്യാപകരെയും കുറ്റം പറയുകയല്ലേ നിങ്ങളുടെ പണി. നിങ്ങൾക്ക് എന്തിനാണ് വെളിച്ചം? കുട്ടികൾക്ക് കുറ്റം പറയുന്നത് എപ്പോഴും ഇരുട്ടിലാണ്. കുട്ടികൾക്കെല്ലാം മനസ്സിലായി. ഇനി നമുക്ക് കുട്ടികൾ പിന്നെ ഇതുവരെ തെറ്റ് ചെയ്തില്ല. ഈ കഥയിലെ ഹോംസ് ആരാണെന്ന് അറിയണ്ടേ? മദർ തെരേസ, അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ. ഇനി പക്ഷേ നമുക്ക് ഇതിൻ്റെ പുതിയ പദങ്ങൾ നോക്കാം. അഗതികൾ പാവപ്പെട്ടവർ. പരിഹസിക്കുക, കളിയാക്കുക. പരിഭ്രാന്തി, ഭയം. അയൽപക്കം, തൊട്ടടുത്തുള്ള വീട്. സഹപാഠി, കൂടെ പഠിക്കുന്നവർ. പക്ഷം, അഭിപ്രായം. താങ്ക് യു.